കാലത്ത് ഏർലി മോർണിംഗ് ലീവിക്കാൻ പ്ലാൻ ചെയ്തിട്ട് 10 മണിക്ക് എണീറ്റ് ചരിത്രം നമുക്കൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ രാവിലെ എണീറ്റ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുമ്പോൾ റൂമിൻ്റെ ഫ്രണ്ടിൽ ചായയും ബിസ്ക്കറ്റും ഒക്കെ കാത്തിരിപ്പുണ്ട്. ഞങ്ങൾ എണീറ്റെന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവിടുത്തെ അമ്മ ഇതൊക്കെ റെഡിയാക്കി റൂമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. പിന്നെ നേരെ അവിടുത്തെ പിന്നാമ്പുറമൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു. അവിടെ ദാ പശുക്കളൊക്കെ ഉണ്ട്. അവിടെ 22 വർഷത്തോളം പ്രായമുള്ള പശുവാണ് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആ കാണുന്നതൊക്കെ അവരുടെ ഗോതമ്പ് പാടാ. പിന്നെ കാണുന്ന 2 നില പശുവിൻ്റെ ആല കേട്ടോ. ആ താഴെ പശുവിന് നിൽക്കാനും മുകളിൽ പശുവിൻ്റെ ഭക്ഷണ സാധനങ്ങൾ വെക്കുന്ന സ്ഥലവും. 2 നേരം പാലും ചായയും ലസ്സിയും ഒക്കെ നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കും. പിന്നെ തന്നെ മനസ്സിലായത് ഈ പശുക്കളുടെയൊക്കെ പാല് ഇവർ പുറത്ത് കൊടുക്കില്ല, ഇവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനാണ് ഇതെടുക്കുന്നത്. അവിടുത്തെ കുട്ടീൻ്റെ പേര് ലഡ്ഡു എന്നാണ്. ആദ്യം കണ്ടപ്പോൾ കരഞ്ഞെങ്കിലും പിന്നെ പിന്നെ ഓക്കെ ആയി വന്നു. പിന്നെ ഒരുപാടുണ്ട് അവിടെ ഇങ്ങനെ കാണാനും കേൾക്കാനും ഒക്കെ. പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാവേ. ഇതാണ് ഇവിടുത്തെ ഹീറ്റർ കേട്ടോ. അതായത് 24 hours റണ്ണിങ് ഹോട്ട് വാട്ടർ ഉള്ള ഹീറ്റർ. നോർത്തിലൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും, പക്ഷെ ഞാൻ ഈ സാധനം ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കൂടുതൽ സമയം വൈകാൻ നിൽക്കാതെ ഞങ്ങൾ നേരെ എല്ലാം കെട്ടിപ്പിറക്കി കല്യാണ വീട്ടിലേക്ക് പോകാനിറങ്ങി. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വീട്ടിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെയും ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയി ഹോട്ടൽ റൂം എടുത്ത് നിൽക്കുന്നത് പോലെ അല്ലല്ലോ നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി താമസിക്കുന്നത്. ഹോംലി ഫുഡും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ പറയേണ്ടത് അവരുടെ സ്നേഹമാണ്. അങ്ങനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി.